നോക്കിക്കേ കയറി വന്നേക്കുന്നേ. ആരാ? വേറെ ആരുമല്ല, നമ്മുടെ തേരട്ട. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തേ കിടക്കൂല എന്നൊക്കെ പറയും, പക്ഷേ ഇവൻ മെത്തേ കിടക്കാനാണ് വന്നേക്കുന്നത്. തൽക്കാലം ഇവനെ ഞാൻ മെത്തേ കിടത്തൂല, ഇവനെ എടുത്ത് ഞാൻ പറമ്പി വിടാൻ വേണ്ടി പോവാണ്. അപ്പം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജന്തുക്കളൊക്കെ കയറി വരില്ലേ. അപ്പം മഴക്കാലത്താണ് നമ്മുടെ അട്ടയൊക്കെ ഉണ്ടാവുന്നതും ഗൈസ്. അത്രയും നാളൊന്നും അവരുണ്ടാവില്ല. നമ്മുടെ കരിയിലേൻ്റെ അടുക്ക ഇങ്ങനെ ഒളിച്ചിരിക്കും കാട്ടിൽ. അപ്പം ഞാനിത് ഇവനെ എടുത്തുകൊണ്ട് പോവാം. അവൻ പറയണം എന്നെ വിടൂ ഞാൻ പോട്ടെ പ്ലീസ്, ഒരു കൊല്ലല്ലേ എന്ന് പറയുകയാണ് ഗൈസ്. ഞാൻ അവനെ കൊല്ലൊന്നുമില്ല. ഇവർ പ്രകൃതിയുടെ അവകാശികളാണ് ഗൈസ്, നമ്മളെ പോലെ തന്നെ. അപ്പം ഞാൻ അവനിതേ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ, ടാറ്റയും കൊടുത്തു. അവൻ്റെ കാലുകൾ ഞാൻ എണ്ണണം ഓർത്താണ്, പക്ഷെ ഞാൻ എണ്ണിയില്ല. ബട്ട് ഞാൻ മുമ്പ് എണ്ണിയിട്ടുണ്ടായിരുന്നു. 350 കാലുകളുണ്ട് ഗായ്സ്. അതൊന്നും അല്ല, അതൊക്കെ വളരെ ചുരുക്കമാണെന്നാണ് ഗായ്സ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവൻ ഒരു കരികിലേൻ്റെ അടുത്തേക്ക് കയറിപ്പോയി കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ് നമ്മുടെ തേരട്ടേനെ. അതുപോലെ തന്നെ നമ്മൾ ഈ തൊടുമ്പോൾ ബോൾ പോലെ ആവുന്ന അട്ടയില്ലേ, ഇത് തേരട്ടാന്ന് പറഞ്ഞിട്ട് ഈ അട്ട സത്യം പറഞ്ഞാൽ ചുരുണ്ടില്ല ഗായ്സ്. സാധാരണ തേരട്ടയൊക്കെ തൊടുമ്പോഴേക്കും നിലച്ചക്രം പോലെ ആവുന്നതാണ്, പക്ഷെ ഇവൻ അനങ്ങിയില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ?